ശരൺ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരൺ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പിന്റെ സഹായം ഇതിനകം തേടിയിരുന്നു. സൈബർ ഫോറൻസിക് ഓഡിറ്റിംഗ് വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അക്കൗണ്ടുകളിൽ, വീണയുടെ അക്കൗണ്ടുകളിൽ നടത്തിയ പരിശോധനാ ശ്രമങ്ങൾ നേരത്തെ ചിലരുടെ ഇടപെടൽ മൂലം നടന്നില്ല എന്നൊരു ആരോപണമുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അത് ഇഡിയുമായുള്ള സംയുക്ത മീറ്റിംഗിൽ ഇക്കാര്യം തമ്മിൽ ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും UAE എംബസിയുടെയും സഹായം തേടാനുള്ള തീരുമാനമെടുത്തിരുന്നു. ഇങ്ങനെ സംയുക്തമായി, അതായത് വിവിധ അന്വേഷണ ഏജൻസികൾ, വിവിധ അധികാര കേന്ദ്രങ്ങൾ, ഇവയൊക്കെ കേന്ദ്രീകരിച്ച ഒരു സംയുക്ത ശ്രമം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മാധു, അത്തരത്തിലുള്ള കൂടിയാലോചനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും SFIയുടെയും ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ അവർ ഇത്തരത്തിലൊരു യോഗം ചേർന്നിരുന്നു, ഓൺലൈനായിട്ട് ഒരു യോഗം ചേർന്നിരുന്നു. അതിലാണ് SFIO കണ്ടെത്തിയ പല കാര്യങ്ങളും ഇഡിക്ക് കൈമാറുകയും അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വീണ ടിയുടെ വിദേശ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് ഇപ്പോഴും ഇഡിയുടെ ഭാഗത്തു നിന്ന് അന്വേഷണം തുടരുകയാണ്. അത് അബുദാബിയിലെ അക്കൗണ്ടാണ്, 2019 പൂട്ടിയ അക്കൗണ്ടാണ്. ഈ കുറ്റകൃത്യം നടന്ന കാലയളവ് നമുക്കറിയാം, 2017-നും 20-നും ഇടയിലാണ് കുറ്റകൃത്യം നടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ഈ അക്കൗണ്ട് പ്രവർത്തിക്കുകയും പിന്നീട് അത് പൂട്ടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻസ് നടന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടി ഇഡി കടന്നിരിക്കുന്നത്. മറ്റൊരു അക്കൗണ്ട് HDFC ബാങ്കിലെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് റെയ്ഡുകൾക്ക് പിന്നാലെ 12 ഇടങ്ങളിലെ റെയ്ഡുകൾക്ക് പിന്നാലെ ആ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നതാണ്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചപ്പോൾ ആ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി തുക അവിടെ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്, ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലയളവിൽ ഈ പിൻവലിച്ച പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലാണ് ഇഡി ഉള്ളത്. ഒപ്പം തന്നെ ഈ അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് ഒരു ലോക്കറുമുണ്ട്. ആ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ ഇഡി തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത് പരിശോധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് ലഭിച്ചിരിക്കുന്നത്. അവർ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് 134 സുപ്രധാന രേഖകളാണ് അവർ ആവശ്യപ്പെട്ടത്. ആ മുഴുവൻ രേഖകളും ഇഡിയുടെ പക്കലേക്ക് വരികയാണെന്ന്. വിവരങ്ങൾ നൽകിയത്. CMRL വീണ്ടും കോടതിയിൽ തിരിച്ചടി. SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയ 134 രേഖകൾ, സാക്ഷ്യപ്പെടുത്തിയ രേഖകളടക്കം കൈമാറാനുള്ള തീരുമാനത്തിൽ ഇടപെടില്ല എന്ന് കോടതി നിലപാടെടുത്തിരിക്കുന്നു. ഇഡിയുടെ മുന്നിലേക്ക് കൂടുതൽ വിവരങ്ങൾ വരുന്നു എന്നതാണ്. CMRL തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കോടതിയിൽ നിന്ന്.